ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് ഇഫ്താറിനൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പീൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ പൊട്ടാറ്റോ ഒന്ന് ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കനും കൂടി വേവിച്ച് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയാണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇതാ പൊട്ടാറ്റോ നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെച്ച ഉള്ളി ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എരിവിന് അനുസരിച്ചിട്ടുള്ള ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ഗരം മസാല പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്ത് കിട്ടണം. വെള്ളമൊന്നും ചേർത്തിട്ടില്ല, വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത്ര ബ്രെഡ് എടുത്താൽ മതി. ഇനി നമുക്ക് ജാമൊക്കെ തേച്ച് കൊടുക്കുന്നത് പോലെ നന്നായി ഈ മസാലയെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടാണ് ഞാൻ ഇതിലേക്ക് ആക്കി കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ബ്രെഡിനും കൂടി മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും കൂടി ചെയ്യാൻ മറക്കരുത്. ഇതാ നമ്മുടെ ബ്രെഡൊക്കെ നല്ല രീതിയിൽ തന്നെ മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡിന് ഞാൻ 4ആയി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു ബ്രെഡിനെ 4 സ്ലൈസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് മൈദയാണ്. ഇത് ഞാൻ അതിനെ മുക്കി കൊടുക്കാൻ വേണ്ടി മൈദയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. മൈദയും ഉപ്പും വെള്ളം കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. പിന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ബ്രെഡ് ക്രംസ് ആണ് എടുത്തിട്ടുള്ളത്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്. ഇനി ഇതിലേക്ക് മുക്കി കൊടുത്ത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദേൻ്റെ പകരം മുട്ട എടുത്താലും മതി. ഞാൻ ഇപ്പോൾ മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ബാക്കിയുള്ളതിനെയും നല്ല രീതിയിൽ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. വെറും 20 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റുമാണ്. നമ്മളിപ്പോൾ റമദാനിലൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ ഫാമിലിക്ക് ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.